വളരെയധികം ആശങ്ക ഉളവാക്കുന്ന സംഭവങ്ങളാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ മുക്കാട് പ്രദേശത്തും അതിനുശേഷം ഇപ്പോൾ ഈ മേഖലയിലും ഉണ്ടായിരിക്കുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം. അതിൽ പ്രധാനമായും മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ പാചകത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്ന ഇന്ധന സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ഇത്തരത്തിലുള്ള തീപിടുത്തം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള നിരീക്ഷണം. പക്ഷേ തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം സംഭവവികാസങ്ങളെ സംബന്ധിച്ച്, അപകടത്തെ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തേണ്ടത് വളരെ അനിവാര്യമാണ് എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കാരണം ഈ രണ്ട് അപകടങ്ങളിലും മറ്റൊരു തരത്തിലുമുള്ള കാഷ്വാലിറ്റി ഉണ്ടായില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമായിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഇവിടെ തന്നെ ഇന്നത്തെ ദിവസം ഏതാണ്ട് 10ഓളം ബോട്ടുകൾ പൂർണ്ണമായും കത്തി നശിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഇത്തരമൊരു കാര്യത്തിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന അപകടമെന്ന നിലയിൽ കേവലമായി അത്തരമൊരു അഭിപ്രായത്തിൽ മാത്രമായി നിലനിൽക്കാതെ ഇതിനെ സംബന്ധിച്ച് സമഗ്രതലത്തിൽ ഒരു അന്വേഷണം നടത്തി വിശദമായി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന അപകടങ്ങളാണെങ്കിൽ നിരന്തരമായി ഇത്തരം അപകടമുണ്ടാകുന്ന സാഹചര്യത്തിൽ അതിനാവശ്യമായ മതിയായ സുരക്ഷാ സംവിധാനം കൂടി ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. കാരണം തൊഴിലാളികൾ പണിയെടുക്കുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും നമുക്കുണ്ട്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന അപകടമാണെങ്കിൽ അത്തരം സാധ്യതകളെ ഇല്ലാതാക്കാൻ ആവശ്യമായിട്ടുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഈ കാര്യം, ഈ രണ്ട് സംഭവങ്ങൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തുടർച്ചയായി ഒരേ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പശ്ചാത്തലത്തിൽ സമഗ്രതല സ്പർശിയായിട്ടുള്ള അന്വേഷണം നടത്തി ഉചിതമായ നടപടികൾ സ്വീകരിക്കണം. ഈ മത്സ്യബന്ധന യാനങ്ങൾക്ക്, യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയവർക്ക്, നാശനഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കണം എന്നുകൂടി ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. മറ്റൊരു കാര്യം, ഫയർഫോഴ്സിന് ഇങ്ങോട്ടേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു. ഇവിടെയുള്ള വഴികളാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയായത്. അത് നാട്ടുകാരൊക്കെ ഉന്നയിക്കുന്ന ഒരു കായലോര മേഖലയെ സംബന്ധിച്ചിടത്തോളം വാഹനങ്ങൾ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. വളരെ ഉൾനാടൻ മത്സ്യഗ്രാമങ്ങളാണ്. തീരദേശ മത്സ്യഗ്രാമങ്ങളിലെയൊക്കെ റോഡുകളൊക്കെ വളരെ വീതി കുറഞ്ഞ റോഡുകളാണ്. തീർച്ചയായും മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അത് പരിശോധിച്ച് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാം. മത്സ്യബന്ധന യാനങ്ങൾ അടുക്കുന്ന സ്ഥലത്ത്, പ്രത്യേകിച്ചും കായലോര പ്രദേശത്ത് പരിമിതമായിട്ടുള്ള സ്ഥലം മാത്രമാണുള്ളത്. റോഡുകളൊക്കെ ചെറിയ റോഡുകളാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഫയർ എഞ്ചിൻ അടക്കം വന്നു പോകാൻ കഴിയുന്ന നിലയിൽ അത്തരം കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും ബോട്ടുകളുടെ യാർഡുകളുമായി ബന്ധപ്പെടുന്ന റോഡുകളുടെ കാര്യത്തിൽ അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ ഈ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇതെല്ലാം, കാരണം ഇത്തരമൊരു സംഭവം ഉണ്ടായാൽ മതിയായ സുരക്ഷ അടിയന്തരമായി ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നുകൊണ്ട് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ച് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ നടപടികളാണ്, മുൻകരുതലുകളാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കേണ്ടത്.